ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ്. അപ്പോൾ അതെ, എന്നത്തെയും പോലെ എണീറ്റ് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടാണ് അടുക്കളയിലേക്ക് പോണത്. നേരെ അടുക്കളയിൽ പോയി രാവിലത്തെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ, ഇതിപ്പോൾ മാല ഇട്ടതുകൊണ്ട് നേരത്തെ എണീക്കണം, അല്ലെങ്കിലും കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും. രാവിലെ തന്നെ എന്തായാലും നമ്മൾ അടുക്കളയിൽ കയറി ടിഫിൻ ഉണ്ടാക്കാനുള്ള സമയം അവിടെ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കൈയോടെ തന്നെ ചോറിനുള്ള വെള്ളവും വെച്ച്, ചാൻസൺ ഇല്ലാത്തവരാണെങ്കിൽ നോർമൽ ഗ്യാസിൽ തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചോറാവുമല്ലോ. അപ്പം ഞാൻ അരി തിളപ്പിച്ചും കൊണ്ട് ചാൻസണിൽ വെക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാർക്ക് വേണ്ടു. അപ്പോൾ നേരെ എങ്ങനെയാണെങ്കിലും നേരെ കണ്ണടച്ച് വന്ന് അടുക്കളയിൽ കയറിയതും ചോറിന് വെള്ളം വയ്ക്കുകയാണ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആദ്യം വന്നതും ചെയ്യണ പണി ചോറിന് വെള്ളം വയ്ക്കും, എന്നിട്ടേ പിന്നെ ബാക്കിയുള്ള പണികളും ചായ വയ്ക്കലൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇന്നിത്തിരി ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. എപ്പോഴും ഞാൻ ജനൽ തുറന്നിടുമായിരുന്നു, ആദ്യമൊക്കെ എപ്പോഴും ഇടുമായിരുന്നു. പിന്നെ പൂച്ചയുടെ ശല്യം, ജനലിൽ കൂടെ പൂച്ച ചാടാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഇപ്പം ജനലൊന്നും അങ്ങനെ തുറന്നിടാറില്ല. തുറന്നിട്ടാലും ഞാൻ കൈയോടൊപ്പം തന്നെ അടച്ചു വയ്ക്കും. അപ്പോൾ ഇന്ന് ഇഡലിയും സാമ്പാറാണ്. ഇഡലി മാവ് നമ്മൾ അരച്ചതല്ല, കടയിൽ നിന്ന് ഇങ്ങനെ മാവ് വാങ്ങിയതാണ്. പിന്നെ ഞാൻ എണീറ്റ് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടാണല്ലോ സ്വാമിമാർ എണീക്കുക. പിന്നെ ഏട്ടൻ എണീറ്റ് കുളിക്കാൻ പോകാൻ നിൽക്കുന്നുണ്ട്, കുട്ടികളും എണീറ്റ്. ഞാനിങ്ങനെ വേഗം സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ, ഇവർ കുളി കഴിഞ്ഞ് ശരണം വിളിക്കാൻ വരുമ്പോഴേക്കും വെറുതെ സമയം കളയണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുക്കളയിൽ ഏകദേശം പണികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് കുറേ സമയം ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ കുളിക്കാൻ പോയ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അടുക്കള ബാക്കിലിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പുറത്ത് വാതിൽ തുറന്നിടുക, ബാക്കിൽ വന്ന് ഇരിക്കുകയൊന്നും ചെയ്യില്ല, ഇരുട്ടല്ലേ. അപ്പോൾ ഏട്ടനിപ്പോൾ പുറത്ത് കുളിക്കാൻ പോയപ്പോൾ ഞാൻ ബാക്കിൽ വന്നിരുന്ന് വേഗം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ തേങ്ങ ചെരുവി വറുത്തരച്ച് സാമ്പാർ വെക്കണമല്ലോ. സമയൽ അപ്പോഴേക്കും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുട്ടി സമയൽ കുളിച്ച് കയറാൻ വെയിറ്റിംഗ് ആണ്. കുട്ടിക്ക് സമയൽ കുളി കഴിഞ്ഞ് വന്ന ഉടനെ ഞങ്ങൾ ശരണം വിളിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ സിറ്റ് ഔട്ടിൽ എന്നും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ചായ കുടിക്കും. ഏകദേശം പണികളുടെയൊക്കെ ഞാൻ തേങ്ങ വറുത്ത് കുക്കറിലെല്ലാം സെറ്റ് ചെയ്ത് ചാങ്സലിലേക്ക് ചോറ് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനി വിസിൽ വരുമ്പോൾ നമ്മുടെ കുക്കർ ഓഫ് ചെയ്യണം. കുക്കർ സാമ്പാറാണ്. പിന്നെ വരിക്കുട്ടീനെ ചായ കുടിക്കാൻ വിളിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, വരിക്കുട്ടി നമ്മൾ ചായ വയ്ക്കുമ്പോൾ വരിക്കുട്ടി കുടിക്കില്ല. നമ്മൾ ചായ കുറവ് വയ്ക്കുമ്പോൾ വരിക്കുട്ടി അമ്മ എനിക്ക് ചായ ഉണ്ടോ ചോദിക്കും. അപ്പോൾ നമുക്കതൊരു സങ്കടമല്ലേ. ചായ ഉണ്ടോ ചോദിക്കുമ്പോൾ ചായ ഉണ്ടാവില്ല, ഞങ്ങൾ രണ്ടാളും എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകം ചോദിച്ചിട്ടാണ് വരിക്കുട്ടി ചായ വേണോ ചോദിച്ചിട്ട് വരിക്കുട്ടിക്ക് ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ദേ ചോട്ടുവിൻ്റെ മക്കളും ഈ കുഞ്ഞ് നായ്ക്കുട്ടിയുള്ളത് കൊണ്ടേ ചെറുത് കാണാൻ വന്നതാണ്. അപ്പോൾ ഏട്ടൻ അതിനെ എടുത്ത് കൊടുക്കുകയാണ്. തൊടണമൊന്നുമില്ല, ആൾക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, എന്നാലും ഒന്ന് തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളല്ലേ, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഈ കുഞ്ഞ് നായ്ക്കുട്ടി. കണ്ടോ, ആദ്യമൊന്നും ആൾക്ക്, ഒന്നാമത് വലിയച്ഛനെ വലിയ പിടുത്തമില്ല. വലിയച്ഛനെ എപ്പോഴെങ്കിലല്ലേ കാണുന്നുള്ളൂ. അതുകൊണ്ട് കുട്ടി വലിയച്ഛനെ കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കണം. ദേഷ്യം വരും. ദേഷ്യം വന്നാൽ നമ്മളിങ്ങനെ ഥൂ പറയും, തുപ്പൽ പോലെ ഒരു ശീലം എന്താ കിട്ടിയിരിക്കണം. ദേഷ്യം വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ, നമ്മളിഷ്ടമില്ലാത്തവൻ്റെ മാത്രം ചെയ്യുള്ളൂ, അല്ലെങ്കിലൊന്നും കുഴപ്പമില്ല, മിണ്ടാതിരിക്കും. അപ്പോൾ കുഞ്ഞിയും കുട്ടീനെ എന്തോ പറഞ്ഞിട്ടേ. പിന്നെ കുട്ടിച്ചേക്കനെ ഏട്ടന്മാരിനെയൊക്കെ ഇഷ്ടമാണ്. ഏട്ട അവരുണ്ട് കണ്ടോ, വെള്ളിയാഴ്ച എടുത്ത് പോണില്ല. അപ്പോൾ വെള്ളിയാഴ്ച അങ്ങനെ പോണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കാതെയൊന്നും ഇരിക്കില്ല, പിടിച്ച് വലിച്ചെടുക്കും. അപ്പോൾ ആൾക്കതങ്ങനെ ഇഷ്ടമല്ല, അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളിയാഴ്ച മാത്രമല്ല. പക്ഷേ പപ്പയെടുത്തും വേറെ വെള്ളിയാഴ്ച എടുത്തും എപ്പോഴും അവർ രണ്ടാളാണ് കൂടുതൽ എടുത്ത് നടക്കുന്നത്. ഏട്ടനും കുട്ടിയുടെ അച്ഛനും അങ്ങനെ വലിയൊരു ഇതില്ല, ഇവരൊന്നും അങ്ങനെ കാണാനില്ലല്ലോ. അപ്പോൾ പിന്നെ കുട്ടി ഉറങ്ങി എണീറ്റ ഉടനെ വന്നതാണ്. അപ്പോൾ ഇത്തിരി ചായയൊക്കെ ഞാൻ കൊടുത്തതാണ്. ചായ കൊടുത്തിട്ട് പിന്നെ ക്യാമറ ഇഷ്ടമാണ്, ക്യാമറ നോക്കാനും ക്യാമറ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഇന്നിപ്പോൾ ഉറങ്ങി എണീറ്റ ഉടനെ വന്നതിൻ്റെയാണോ തോന്നുന്നു, ഒരു മൂഡില്ല. പിന്നെ ഏട്ടനിങ്ങനെ ഉണ്ണീനെടുത്ത് ഇരിക്കുകയായിരുന്നു. നടക്കാൻ തുടങ്ങുക പറഞ്ഞാൽ ഒറ്റയ്ക്ക് അങ്ങനെ നടക്കുകയൊന്നുമില്ല, പിടിച്ച് നടക്കണം. അപ്പോഴേക്കും അമ്മ ചോറിന് ചോറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കൈയോടെ കുറച്ച് ചെടി നനയ്ക്കാനുണ്ട്. ഞാൻ നമ്മുടെ വീട്ടിലെ പൈപ്പിൽ ഓസ് ഇട്ടപ്പോൾ ഏട്ടൻ പറയണം ആ വെള്ളം തീർക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പുറത്ത് പൈപ്പിൽ കൊണ്ടേ ഓസ് കുത്തി തന്നതാണ്.
അപ്പം എന്നാൽ പിന്നെ ബാക്കിയുള്ള ചെടികളൊക്കെ ഒന്ന് നനയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ മഴയും തണുപ്പൊന്നും ഇല്ല. മഞ്ഞുണ്ട് എങ്കിലും നമ്മൾ വെള്ളം നനയ്ക്കും പോലെ ആവില്ലല്ലോ. അപ്പം ഞാൻ ആ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കുകയാണ്. ചെടി നനയ്ക്കുന്നത് സാമിയും സഹായിക്കാനുണ്ട് കേട്ടോ. വെള്ളം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവർ അമ്മയ്ക്കും ഇവർ 4 മക്കളും പറ്റാവുന്നതൊക്കെ സഹായിക്കാറുണ്ട്. ഇപ്പം നമ്മൾ വന്നു എന്ന് പറഞ്ഞിട്ടും തറവാട്ടിലിരിക്കുമ്പോഴൊന്നും അങ്ങനെ ഹെൽപ്പ് ചെയ്യില്ലെങ്കിലും ആരും ഇല്ലെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരും. ഇപ്പോൾ ഇതാ നമ്മൾ ചേച്ചിയരും സെപ്പറേറ്റാണ്, നമ്മളും സെപ്പറേറ്റാണ്. വിനോട്ടനായിക്കോട്ടെ, വിനോട്ടനും ചേച്ചിക്കെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. കഷ്ണം മുറിച്ച് കൊടുക്കാനും ഇങ്ങനെ വെള്ളം പിടിച്ചു കൊടുക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വന്ന പിന്നെ ഏട്ടനും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇട്ടൊന്നും ഉണ്ടാക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാറുണ്ട്. അപ്പം വരിക്കുട്ടി ഞാൻ കളിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അമ്മ കുറച്ച് നേരം അവിടെ ഇരുന്നു. വന്ന് ചോട്ടിന് ചോറും കൊണ്ട് വന്ന് ചോട്ടിന് കൊടുത്തിട്ട് കുറച്ച് നേരം അമ്മ അവിടെ ഇരിക്കും. ചോട്ടിൻ്റെ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടും അങ്ങനെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെയും ഇരുമ്പപ്പുളിൻ്റെയൊക്കെ. അതിലെ കുരു ഞാൻ കുഴിച്ചിട്ടിട്ട് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടിയൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ ആയിട്ട് നമ്മൾ തറവാട്ടിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെടി നനയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏട്ടൻ അത് പറിച്ചിട്ട് തറവാട്ടിലേക്കും എന്ത് നമ്മൾ വീട്ടിൽ കൊടുക്കുകയാണെങ്കിലും അപ്പുറത്ത് വിനോദനായിരിക്കും കൊടുക്കും. ഇല്ല അവിടെ നിന്ന് എന്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഈ 3 വീട്ടിലേക്കും ഒരുമിച്ച് തന്നെയാണ് തുല്യ ഭാഗം. എന്താണെങ്കിലും അമ്മ 3 ഡിവൈഡ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ 3 വീടാണല്ലോ, ആ 3 വീട്ടിലേക്കും എന്ത് കൊണ്ടുവന്നാലും ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ നേരത്തെ നമ്മൾ റംബൂട്ടാൻ്റെ ചെടി കുഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇങ്ങനെ ചെടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ റംബൂട്ടാനൊക്കെ എന്നെക്കാളും വലുതായി നിൽക്കണ കണ്ടോ. റംബൂട്ടാനും തനിയെ ഉണ്ടായതാണ്. അതുപോലെ നമ്മൾ കഴിച്ചിട്ട് ഇട്ടിട്ടേ കുറേ കുരു ഉണ്ടായിരുന്നത് അതും ഇതുപോലെ തറവാട്ടിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടി അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഇപ്പുറത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് വെള്ളം നനയ്ക്കുന്ന സീനാണ്. പാവം ബക്കറ്റൊന്നും ഇല്ലേ, അത് കുഞ്ഞു ചെടിയാണല്ലോ. അപ്പോൾ കുഞ്ഞു ചെടിയിൽ ഒരു കപ്പോ ബക്കറ്റോ കൊണ്ട് ഒഴിക്കാണ്ട് ആശാൻ കൈ കൊണ്ട് നനച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ കുറച്ചേ മടക്കി വെക്കാനുള്ളൂ. എനിക്കെപ്പോഴും ഈ തുണി മടക്കി വെക്കുന്ന പരിപാടി എന്ന് പറഞ്ഞത് വലിയൊരു ഇഷ്ടമില്ലാത്തൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നപ്പോൾ കൈയോടെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ റൂമിലേക്ക് വന്നാൽ അത് കൈയോടെ മടക്കി വെക്കും. അപ്പോൾ കുറച്ചേ ഉള്ളൂ ഏട്ടൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്പുറത്തെ റൂമിലേക്ക് വെക്കാനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് വന്നിട്ട് ബാക്കിയുള്ളതും കൂടെ മടക്കി ഇപ്പുറത്ത് തന്നെ ഇപ്പോൾ ഞാനിങ്ങനെ കബോർഡിലാണ് മടക്കി വെക്കുന്നത്. അതായത് ഡെയിലി ഇടുന്നതൊക്കെ അലമാരയിലേക്ക്, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും അലമാരയിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ ഇപ്പോൾ ഡെയിലി ഇടുന്നതിന് ഞാൻ ഇവിടെ തന്നെ മടക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരാൾ എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വോയിസ് ചെയ്യുമ്പോൾ, അതാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ഇതൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ നേരെ കഴിക്കാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇഡലി എപ്പോഴും ഇവന്മാർക്ക് അങ്ങനെ ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇഡലി കഴിക്കാത്ത ആൾക്ക് നൂൽപുട്ട് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നൂൽപുട്ടും നല്ല വറുത്തരച്ച സാമ്പാറും, പിന്നെ എന്ത് സാമ്പാർ ഉണ്ടാക്കിയാലും ഇവിടെ ഒരാൾക്ക് പച്ചച്ചമ്മന്തി ഇല്ലാതെ അപ്പോൾ പച്ചച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എപ്പോഴും ചോപ്പ് ചമ്മന്തി കുട്ടികൾക്കും പച്ചച്ചമ്മന്തി ഏട്ടണം. അപ്പോൾ ചോപ്പ് ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല, ഈ ചമ്മന്തി തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സാമ്പാറുണ്ടല്ലോ, നല്ല സോഫ്റ്റ് നൂൽപുട്ടും ഇഡലിയും സാമ്പാറും പച്ചച്ചമ്മന്തിയും. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.